ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ തംബ്നെയിൽ, അതായത് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന്, തംബ്നെയിലിലെ ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് വലിയ വലിച്ചു നീട്ടാണ്ട് സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം, കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് തംബ്നെയിൽ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം തന്നെ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ തംബ്നെയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസ്, അത് ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അധികം ചെയ്യാറ്. അതിൻ്റെ ബേക്കിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഗാലറി പോയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കട്ടൗട്ടിന് ഒരു ചിഹ്നം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ കട്ട് ചെയ്തിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ വേണ്ടത് അതൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ഒരു 3 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ തംബ്നെയിലിലേക്ക് അതിന് എന്താ പറയുക, ആ ഒരു തംബ്നെയിലിനോട് യോജിക്കുന്ന ടൈപ്പിലുള്ള ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് സേവ് ചെയ്ത് വെക്കും. എന്നിട്ടത് ഈ ഇൻഷോട്ടിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാറാണ് കേട്ടോ പതിവ്. ഇത് കണ്ടോ, അപ്പോൾ ഈ ഇൻഷോട്ടിൻ്റെ ചിഹ്നമൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്തിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത ഫോട്ടോസൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിനുള്ള ഓപ്ഷൻ PIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. നമുക്കത് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഞാനിതാ ഇവിടെ ഒരു ഫോട്ടോ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഏതൊക്കെ സൈസിലാണോ വെക്കേണ്ടത്, ഇപ്പോൾ ചെറുതാക്കാം വലുതാക്കാം, അങ്ങനെ ഓരോ സൈസ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ആ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അവിടെ വെക്കാം. അങ്ങനെ എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എവിടെയൊക്കെ വെച്ചാലാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവുക നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. പിന്നെ ഫോട്ടോസ് നമുക്ക് ലെഫ്റ്റ് റൈറ്റൊക്കെ തിരിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും ഫോട്ടോയുടെ സൈഡിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിൽ തന്നെ കാണിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ലെഫ്റ്റും റൈറ്റൊക്കെ തിരിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാം. പിന്നെ നമ്മളൊരു ഫോട്ടോ വലുതാക്കി ഒന്ന് ചെറുതാക്കി അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ മാറ്റി മറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ആ ഒരു വെക്കുമ്പോഴുള്ള ഒരു ഭംഗി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ഫോട്ടോസ് സൈഡിലും ബാക്കിലും അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണോ ഭംഗിയുള്ളത് അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കട്ടെ. പിന്നെ കുറേ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ചേർക്കുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഫോണ്ട് സെലക്ട് ചെയ്യും. നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫോണ്ട് ഉണ്ടാവും, കളർ ഉണ്ടാവും. പിന്നെ അത് സെൻറ്ററിലേക്ക് അക്ഷരങ്ങളാക്കണോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ തംബ്നെയിൽ കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് എഴുതുന്നുണ്ട്. ഹൗ ഐ എഡിറ്റ് മൈ തംബ്നെയിൽ ഫോട്ടോ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത നമ്മൾ ആ ഒരു കളർ ഉണ്ടല്ലോ അതിന് ചേർന്നിട്ടുള്ള ഒരു കളറിലാണ് ഞാൻ ഈ ടെക്സ്റ്റ് എഴുതാറ് കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും അതിന് യോജിക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും സംഭവം, നമ്മളെ സാധാ ഗാലറിയിൽ ഇമോജീസ് ഉണ്ടാവുമല്ലോ, അപ്പം അത് തന്നെയാണ് അധികം കൊടുക്കാറ്. ചിലപ്പോൾ ഇമോജി കൊടുക്കൂല, അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറിനോടും ചേർന്ന് പോകുന്ന കളർ ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് അതിൽ സൈസ് മാറ്റാം, പിന്നെ അതേപോലെ ഫോണ്ട് മാറ്റാം, അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ ഒരു രീതിക്കാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ ഞാൻ തംബ്നെയിലായിട്ട് ഇതിൻ്റെ തന്നെ തംബ്നെയിലായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മളങ്ങനെ എന്താ പറയുക, നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്യും. ഞാനിങ്ങനെ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കുന്നുണ്ട് ഏതാ ഭംഗി എന്നുള്ളത്. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയതും അതേപോലെ ഞാൻ അതിലിട്ട ആ ഒരു ഫോട്ടോയുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു തംബ്നെയിലാണ്, ഒരു ടെക്സ്റ്റാണ് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് കളറാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയണമല്ലോ. അപ്പം എന്നിട്ട് നമ്മൾ ആ ഫോട്ടോ വെക്കുന്ന സമയത്ത് കുറേ വലിച്ചു നീട്ടാണ്ട് കുറച്ച് ചെറിയ 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 എന്താ പറയുക ടെക്സ്റ്റ് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, അത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണല്ലോ കേട്ടോ. അപ്പം ഞാൻ തംബ്നെയിൽ എഡിറ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് വേണോ അല്ലെങ്കിൽ വേറെ ടൈപ്സ് ഓഫ് വീഡിയോസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.